സിറിയൻ ജനതയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ഉടമകൾ. ഇവിടെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ബഷാർ അൽ അസദിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വിമത സായുധ വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാം തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ വാക്കുകളാണിവ. തലസ്ഥാന നഗരിയായ ദമസ്കസിലെ ഉമയ്യദ് പള്ളിയിൽ നിന്നായിരുന്നു ജുലാനിയുടെ പ്രസംഗം. ജുലാനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പടയോട്ടത്തിൽ തകർന്നത് അസദിൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട അടിച്ചമർത്തൽ ഭരണം കൂടിയാണ്. അസദിൻ്റെ ഭരണം സ്വന്തം ജനതയെ അന്യായമായും കുറ്റങ്ങൾ ചെയ്യാതെയും ജയിലിലടച്ചിരിക്കുകയായിരുന്നു. നമ്മൾ സിറിയൻ ജനതയാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾക്ക് വിജയം സമ്മാനിച്ചിരിക്കുന്നു. എത്ര ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കായി കുടിയിറക്കപ്പെട്ടത്? എത്ര പേരാണ് ടെൻറ്റുകളിൽ കഴിയുന്നത്? എത്ര പേരാണ് കടലിൽ മുങ്ങി മരിച്ചത്? എൻ്റെ സഹോദരങ്ങളെ, ഈ മഹത്തായ വിജയത്തോടെ മേഖലയിൽ തന്നെ പുതിയ ചരിത്രം എഴുതപ്പെട്ടിരിക്കുകയാണ്. പള്ളിയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി ജുലാനി പറഞ്ഞു. പുതിയ സിറിയയെ കെട്ടിപ്പടുക്കാൻ കഠിനാധ്വാനം വേണ്ടിവരുമെന്ന് പറഞ്ഞ അദ്ദേഹം ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വഴികാട്ടിയാകുമെന്നും വ്യക്തമാക്കി. അമേരിക്ക തലയ്ക്ക് $10 മില്യൺ ഇനാം പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ജുലാനി. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ അമേരിക്ക ചർച്ച ആരംഭിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ബ്രിട്ടനും പരിഗണിക്കുന്നുണ്ട്. അസദിൻ്റെ ഭരണം ഇല്ലാതായതോടെ ആയിരങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നായി സിറിയയിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. തുർക്കി അതിർത്തിയിൽ ആയിരങ്ങൾ ജനിച്ച മണ്ണിലേക്ക് വരാനായി തടിച്ചുകൂടിയിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിലാണ് അസദിൻ്റെ ഭരണം വീഴുന്നത്. എന്നാൽ പോരാട്ടത്തിൽ വർഷങ്ങളുടെ ചരിത്രമുണ്ട് HTSനും ജുലാനിക്കും. ചരിത്രപ്രധാനമായ ഇദ്ലിബ് പ്രവിശ്യയുടെ ഭരണം ഏറെ നാളുകളായി HTSൻ്റെ കൈകളിലാണ്. 2011 അരങ്ങേറിയ അറബ് വസന്തത്തെ സിറിയയിൽ അതിക്രൂരമായാണ് അസദ് ഭരണകൂടം നേരിട്ടത്. വിപ്ലവകാരികളെ ക്രൂരമായി അടിച്ചമർത്തി. അന്നു മുതൽ തുടരുന്നതാണ് ജുലാനിയുടെയും HTSൻ്റെയും അസദ് ഭരണകൂടത്തിനോടുള്ള പോരാട്ടം. 2016 മുതൽ ജുലാനി വിമോചിത സിറിയയുടെ സംരക്ഷകരായി തന്നെയും തൻ്റെ ഗ്രൂപ്പിനെയും പ്രഖ്യാപിച്ചു. 2017 ഇദ്ലിബ് കീഴടക്കിയ HTS സിറിയൻ വിമോചന സർക്കാരിലൂടെ അവിടെ തങ്ങളുടേതായ ഭരണകൂടവും ശക്തമായ സേനയും സ്ഥാപിച്ചു. സിവിൽ ഭരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ജുഡീഷ്യറി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൊക്കെ ഊന്നി തങ്ങളുടേതായ ഭരണവ്യവസ്ഥ ഉറപ്പിച്ചെടുത്തു. അഹമ്മദ് ഹുസൈൻ അൽ ഷറ എന്നാണ് ജുലാനിയുടെ യഥാർത്ഥ നാമം. പിതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷറയിൽ നിന്നാണ് ജുലാനിക്ക് പോരാട്ടവീര്യം ലഭിക്കുന്നത്. 18 വയസ്സുള്ളപ്പോൾ നടന്ന ഫലസ്തീനിലെ 2ാം ഇൻതിഫാദയാണ് തന്നെ വിപ്ലവകാരിയാക്കിയതെന്ന് അമേരിക്കൻ മാധ്യമമായ ഫ്രണ്ട് ലൈന് നൽകിയ അഭിമുഖത്തിൽ ജുലാനി പറഞ്ഞിട്ടുണ്ട്. 2003 അദ്ദേഹം ഇറാഖിലേക്ക് നീങ്ങുകയും അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കാനായി അൽ ഖ്വയ്ദയിൽ ചേരുകയും ചെയ്തു. 2006 ഇറാഖിൽ അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്ത ജുലാനി വിവിധ ഇടങ്ങളിലായി 5 വർഷത്തോളം തടവിൽ കിടന്നു. 2011 ജയിൽ മോചിതനാകുമ്പോഴാണ് അറബ് വസന്തത്തിൻ്റെ ഭാഗമായി സിറിയയിൽ വിപ്ലവം തുടങ്ങുന്നത്. താൻ സിറിയയിൽ ഉണ്ടാവണമെന്ന് നിശ്ചയിച്ച ജുലാനി നേരെ ഇദ്ലിബിലെത്തി. ആ മേഖലയിൽ അൽ ഖ്വയ്ദയുടെ സ്വാധീനം ശക്തമാക്കുന്നതിൽ ജുലാനി നിർണായക പങ്കുവഹിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ജുലാനി ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചു. ഇദ്ലിബിനെ അൽ ഖ്വയ്ദയുടെ ശാഖയായ അൽ നുസ്ര ഫ്രണ്ടിൻ്റെ നിയന്ത്രണത്തിലാക്കിയത് ജുലാനിയാണ്. 2013 ഏപ്രിലിൽ അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വേർപ്പെടുത്തി സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ വ്യാപിപ്പിക്കാൻ അൽ ബാഗ്ദാദി തീരുമാനിച്ചു. നുസ്ര ഫ്രണ്ടിനെ വിഴുങ്ങി ബാഗ്ദാദി ISIL എന്ന പുതിയ ഗ്രൂപ്പും പ്രഖ്യാപിച്ചു. അതിനോട് യോജിക്കാൻ കഴിയാതിരുന്ന ജുലാനി അൽ ഖ്വയ്ദയുമായുള്ള കൂറ് നിലനിർത്തിക്കൊണ്ട് ബാഗ്ദാദിയുമായി ബന്ധം വിച്ഛേദിച്ചു. പിന്നീട് അൽ ഖ്വയ്ദയുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് സ്വന്തമായ സേന രൂപീകരിച്ചു. 2016 ജൂലൈയിൽ അലപ്പോ സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലായപ്പോൾ ജുലാനിയുടെ സായുധ സംഘങ്ങൾ ഇദ്ലിബിലേക്ക് നീങ്ങി. വിമതരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇദ്ലിബ്. 2017 തുടക്കത്തിൽ വിവിധ വിമത ഗ്രൂപ്പുകളിലെ ആയിരക്കണക്കിന് പോരാളികൾ അലപ്പോയിൽ നിന്ന് പലായനം ചെയ്ത് ഇദ്ലിബിലെത്തി. ആ ഗ്രൂപ്പുകളെ ചേർത്താണ് അൽ ജുലാനി ഹയാത്ത് തഹ്രീർ അൽ ഷാം രൂപീകരിച്ചത്. ഇന്ന് രാജ്യത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളും ആ സേനയുടെ കീഴിലായിരിക്കുന്നു. നിലവിൽ ദമസ്കസും ഹുംസും അലപ്പോയുമെല്ലാം വിമത സേനയുടെ കീഴിലാണ്. അതേസമയം ഗുർദുകളുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് സേന, തുർക്കിഷ് വിമതർ, IS എന്നിവർക്കെല്ലാം രാജ്യത്തിൻ്റെ പല ഭാഗത്തായി സ്വാധീനമുണ്ട്. കൂടാതെ ഗോലാൻ കുന്നുകൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശമാണ്. അതിനാൽ തന്നെ സിറിയയുടെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.